ഫ്രണ്ട്സ്, നമ്മൾ നോക്കാൻ പോകുന്നത് മീഡിയൻ നെർവ് കംപ്രഷനെ പറ്റിയിട്ടാണ്. അപ്പോൾ മീഡിയൻ നെർവ് കംപ്രഷനെ പറ്റി പറയുന്നതിന് മുമ്പ് മീഡിയൻ നെർവ് മെയിൻ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ ഫിംഗർ ആൻഡ് റിസ്റ്റ് മൂവ്മെന്റ്സിനാണ് മീഡിയൻ നെർവ് മെയിൻ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ മീഡിയൻ നെർവ് ഇവിടെ ഒരു തുരങ്കം പോലൊരു സ്ട്രക്ചർ ഉണ്ട്. ഈ സ്ട്രക്ചറിനകത്തൂടെയാണ് മീഡിയൻ നെർവ് പോകുന്നത്. ഈ മീഡിയൻ നെർവ് മെയിൻ ആയിട്ട് സപ്ലൈ ചെയ്യുന്നത് 3 വിരലിലേക്കാണ്. ഈ 3 വിരലിലേക്കാണ് മെയിൻ ആയിട്ട് മീഡിയൻ നെർവ് സപ്ലൈ ചെയ്യുന്നത്. പിന്നെ അതിന്റെ ഒരു ഭാഗം ഈ ഒരു വിരലോട്ട് ചെറുതായിട്ട് സപ്ലൈ പോകുന്നുണ്ട്. അപ്പോൾ ഒരു പേഷ്യന്റിന് അല്ലെങ്കിൽ ഒരാൾക്ക് മീഡിയൻ നെർവ് കംപ്രഷൻ ഉണ്ടോ ഇല്ലയോ നമുക്ക് എങ്ങനെ ടെസ്റ്റ് ചെയ്യാം? നമുക്കിതിന് മെയിൻ ആയിട്ട് 2 ടെസ്റ്റിംഗ് ആണ് ഉള്ളത്. അതിലൊരു ടെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈ ഇങ്ങനെ 1 മിനിറ്റോളം കൂട്ടിപ്പിടിക്കുന്ന ടൈം അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് പേഷ്യന്റിന് ഈ ഒരു ഭാഗത്ത് സൂചി കുത്തുന്ന വേദനയോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് തരിച്ചു പൊട്ടുന്ന വേദന ഉണ്ടെങ്കിൽ ടെസ്റ്റ് പോസിറ്റീവ് ആണ്, പേഷ്യന്റിന് മീഡിയൻ നെർവിന്റെ കംപ്രഷൻ ഉണ്ട്. അടുത്ത ടെസ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തൂടെ ആണല്ലോ മീഡിയൻ നെർവ് കടന്നു പോകുന്നത്. അപ്പൊ ഈ